ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ ഇന്ന് വലിയ ഗുരുതി. നട അടച്ചതിനു ശേഷം മാളികപ്പുറം മണിമണ്ഡപത്തിനു മുന്നിൽ പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെ സാന്നിധ്യത്തിലാകും വലിയ ഗുരുതി നടക്കുക. നാളെ രാജപ്രതിനിധിക്ക് മാത്രമാണ് സന്നിധാനത്ത് ദർശനം. രാവിലെ 5-ന് നട തുറക്കും. തുടർന്ന് കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കും. പിന്നാലെ രാജപ്രതിനിധി സോപാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തും. അദ്ദേഹം മടങ്ങിയ ശേഷം മേൽശാന്തി അയ്യപ്പനെ ഭസ്മവിഭൂഷിതനാക്കി കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ യോഗദണ്ഡും അണിയിച്ച് യോഗനിദ്രയിലാക്കും. ഹരിവരാസനം പാടി ശ്രീലകത്തെ വിളക്കുകൾ അണച്ച് മേൽശാന്തി പിന്നോട്ട് ചുവടുവെച്ച് പുറത്തിറങ്ങി ശ്രീകോവിൽ നടയടയ്ക്കും. തുടർന്ന് താക്കോൽക്കൂട്ടവും പണക്കിഴിയുമായി 18-ാം പടിയിറങ്ങി താഴെ തിരുമുറ്റത്ത് കാത്തു നിൽക്കുന്ന രാജപ്രതിനിധിക്ക് കൈമാറും. ഇവ സ്വീകരിച്ച ശേഷം മേൽശാന്തിക്ക് തിരികെ നൽകും. തുടർന്നുള്ള ഒരു വർഷത്തെ പൂജകൾ നടത്താൻ അദ്ദേഹം നിർദ്ദേശിക്കും. തുടർന്ന് രാജപ്രതിനിധി തിരുവാഭരണത്തോടൊപ്പം പന്തളത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. ഇന്നലെ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനവും തീർത്ഥാടന കാലത്തെ അവസാനത്തെ കളഭാഭിഷേകവും നടന്നു. രാത്രി മാളികപ്പുറം മണ്ഡപത്തിൽ നിന്ന് താളമേളങ്ങളുടെയും തീവെട്ടികളുടെയും അകമ്പടിയോടെ ആഘോഷപൂർവ്വം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്തും നടന്നു. ശരംകുത്തിയിൽ വേട്ടക്കുറുപ്പന്മാരുടെ നേതൃത്വത്തിൽ നായാട്ടുവിളി നടന്നു. 1,00,000-ലധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. പരാതിരഹിത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ആശങ്കകൾ പ്രതിപക്ഷ നേതാക്കൾ പങ്കുവച്ചിരുന്നു. ചിലർ സുവർണാവസരം തുറക്കപ്പെടും എന്നും കരുതിയിരുന്നു. എന്നാൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാകുമ്പോൾ ഒരു കോണിൽ നിന്ന് പോലും പരാതി ഉയർന്നില്ല. ശബരിമലയിൽ എത്തിയ എല്ലാവർക്കും സുഖദർശനം സാധ്യമാകുന്ന തരത്തിലായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മുന്നൊരുക്കങ്ങൾ. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായാണ് സമാപിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ സീസണിൽ 1/2 കോടിയോളം പേരാണ് ശബരിമല സന്ദർശിച്ചത്. പ്രതിദിനം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണ്. അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തീർത്ഥാടനം സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇക്കുറി ഒരുക്കിയിരുന്നത്. അതിൽ ഭക്തർ സംതൃപ്തരാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്ഥാടന ക്രമീകരണങ്ങളിൽ അനുഭവ സമ്പന്നരെ ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റങ്ങളും വെർച്വൽ ക്യൂവും ഒപ്പം തത്സമയ ബുക്കിംഗ് ഏർപ്പെടുത്തിയതും മണിക്കൂറുകൾ നീളാതെ ദർശന സൗകര്യം ലഭ്യമാക്കിയതുമൊക്കെ സുഖദർശനത്തിന് ഇടയാക്കിയ കാരണങ്ങളാണ്. തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഒരു തീർത്ഥാടന കാലം മാത്രം ലക്ഷ്യമിട്ടല്ല, 25 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സന്നിധാനത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് തയ്യാറാക്കിയ ലേഔട്ട് പ്ലാനിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.